ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചാണ്, എന്നുവെച്ചാൽ കോൺട്രാസെപ്ഷൻ. അപ്പോൾ ഗർഭനിരോധനം എന്ന് പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി, വേണ്ടാത്ത ഒരു പ്രഗ്നൻസി നമുക്ക് ആവാതെ ഇരിക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഒരു പ്രഗ്നൻസി ആയിട്ട് അത് ടെർമിനേഷൻ ചെയ്യുമ്പോൾ അതിന് കോംപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. എന്നുവെച്ചാൽ ആ അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ വെളിയിൽ കളയുമ്പോൾ, എബോർഷൻ ചെയ്ത് കളയുമ്പോൾ ബ്ലീഡിങ് കൂടുതലാവാം. പിന്നെ ബ്ലീഡിങ് കൂടുതലായാൽ ചിലപ്പോൾ ഇവാക്വേഷൻ അങ്ങനെയൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ചെയ്യേണ്ടി വരും. അപ്പോൾ കോൺട്രാസെപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ടൈപ്പ് കോൺട്രാസെപ്ഷൻ ഉണ്ട്. ഒന്നി നാച്ചുറൽ മെത്തേഡ്സ്, അല്ലെങ്കിൽ നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഫെയിലിയർ റേറ്റ് കൂടുതലാണ്. പിന്നെ മെൻസസ് കറക്റ്റായിട്ട് വരാത്ത സ്ത്രീകൾക്ക് അത് നോക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഓവുലേഷൻ സമയം കറക്റ്റായിട്ട് അറിഞ്ഞുകൂടെങ്കിൽ ഇന്നത്തെ നാച്ചുറൽ മെത്തേഡ്സ് ഫെയിൽ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഉള്ളതാണ് ബാരിയർ കോൺട്രാസെപ്ഷൻ, എന്ന് വെച്ചാൽ കോണ്ടം അങ്ങനെയൊക്കെ. പക്ഷേ അത് പങ്കാളികൾക്ക് രണ്ടുപേരുടെയും സഹകരണം ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് പാടായിരിക്കും. പിന്നെ അതിൻ്റെയും ഫെയിലിയർ റേറ്റ് കൂടുതലാണ്. പിന്നെ ഈ ഇൻഫെക്ഷൻസ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഒക്കെ അത് കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് ഗുളിക കഴിക്കുന്നത്, അത് ഹോർമോണൽ കോൺട്രാസെപ്ഷൻ. കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സും ഉണ്ട്, പിന്നെ പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 21 ദിവസം ഉള്ള ടാബ്ലറ്റ് ആയിരിക്കും ഉള്ളത്. പിന്നെ ചില ഇതിൽ പാക്കറ്റിൽ 7 ദിവസം കൂടെ കാണും. അപ്പോൾ ഈ 21 ദിവസം ടാബ്ലറ്റ് ഈ മാസക്കുളിക്ക് ശേഷം 3-ാമത്തെ 5-ാമത്തെ ദിവസം തുടങ്ങുക, 21 ദിവസം കഴിഞ്ഞ് നിർത്തുക. അപ്പോൾ ഇത് ഓരോ ദിവസവും ഓർത്ത് കഴിക്കേണ്ടി വരും. പിന്നെ 1-2 ദിവസം മാറിപ്പോയാൽ ചിലപ്പോൾ പ്രഗ്നൻസിയുടെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഹോർമോൺസും ഉണ്ട്. ഇത് കമ്പൈൻഡ് ഹോർമോണൽ കോൺട്രാസെപ്ഷനാണ്. ഇതല്ലാതെ പ്രൊജസ്ട്രോൺ മാത്രമുള്ള ടാബ്ലറ്റുകളുണ്ട്. പ്രൊജസ്ട്രോൺ മാത്രമുള്ള ടാബ്ലറ്റ് ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് മുലയൂട്ടുന്ന അമ്മമാർക്ക് നല്ലതാണ്. എന്ന് വെച്ചാൽ ആ ടാബ്ലറ്റ് എല്ലാ ദിവസവും കറക്റ്റ് സമയത്തിന് കഴിക്കണം. 2 മണിക്കൂർ മുകളിൽ അത് മറന്നുപോയാൽ ഗർഭധാരണത്തിനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് എല്ലാ ദിവസവും കഴിക്കാനായിട്ട് ഓർക്കണം. പിന്നെയാണ് ഇഞ്ചെക്റ്റബിൾസ് എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞാൽ ഹോർമോണിൻ്റെ വകഭേദം, എന്ന് വെച്ചാൽ ഡിപ്പോട്ട് മെഡ്രോക്സി പ്രൊജസ്ട്രോൺ, അതാണ് ഇഞ്ചെക്ഷൻ ചെയ്യുന്നത്. അത് 3 മാസം വരെ, 72 തൊട്ട് 90 ദിവസം വരെ അത് എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 72 ദിവസം കഴിയുമ്പോൾ അടുത്ത ഇഞ്ചെക്ഷൻ എടുക്കാൻ ഓർക്കണം. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു 2 വർഷം വരെ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. പിന്നെ ഉള്ളത് ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്രസ്, ഗർഭപാത്രത്തിൻ്റെ അകത്തോട്ട് ഇടുന്നതാണ്. ഒരു T ഷേപ്പ് ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ കോപ്പർ T ഉണ്ട്, അല്ലെങ്കിൽ ഹോർമോൺ റിലീസിങ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ഇപ്പോൾ പുതിയതായിട്ടുണ്ട്. അപ്പോൾ ഈ കോപ്പർ T എന്ന് പറഞ്ഞാൽ അത് ആശുപത്രിയിൽ പോയി ഡോക്ടറിനെ കണ്ട് വേറെ വജൈനൽ ഇൻഫെക്ഷൻ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഇടാവുന്നതാണ്. ഇത് മാസക്കുളി കഴിഞ്ഞിട്ട് ഉള്ള സമയത്താണ് ഇടുന്നത്. പിന്നെ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ട് 45 ദിവസം കഴിയുമ്പോൾ ഇടാം. പിന്നെ ഉള്ളത് പ്രസവത്തിന് ശേഷവും ഇടാറുണ്ട്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞ് അടുത്ത മാസക്കുളി കഴിയുമ്പോൾ ഡോക്ടറിനെ പോയി കാണണം. എന്ന് വെച്ചാൽ അത് കറക്റ്റ് പൊസിഷൻ ആണോ എന്ന് അറിയണം. പൊസിഷൻ ആണെങ്കിൽ നമുക്ക് കോപ്പർ T 380A ആണെങ്കിൽ 10 വർഷം വരെ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പ്രസവം നിർത്തണ്ട അങ്ങനെയൊക്കെ ആണെങ്കിൽ കോപ്പർ T ഒരു നല്ല ചോയ്സാണ്. പിന്നെ ഉള്ളത് ഹോർമോൺ റിലീസിങ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. അതെന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ, ലീവോനോർജെസ്ട്രൽ, അത് ഉള്ള ഇൻട്രായൂട്രൈൻ ഡിവൈസാണ്. അതെന്ന് പറഞ്ഞാൽ കൂടുതൽ ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകളിലും
കുറച്ച് പ്രായം ആവുമ്പോൾ ബ്ലീഡിംഗ് ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയും ഉള്ള ആൾക്കാർക്ക് കോൺട്രാസെപ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അത് 5 തൊട്ട് 7 വർഷം വരെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെയാണ് പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയ. പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയ സ്ത്രീകളിലും പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ്. അത് ഫാമിലി കംപ്ലീറ്റ് ആവുമ്പോൾ അവർക്ക് ഓപ്ഷൻ എടുക്കാവുന്നതാണ്. അത് പക്ഷേ ഒരു പെർമനൻറ്റ് മെത്തേഡാണ്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിച്ചത് കോൺട്രാസെപ്ഷൻ എന്തൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്ക് ടാബ്ലറ്റ് ഉണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്, പിന്നെ ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഉണ്ട്, പിന്നെ പെർമനൻറ്റ് മെത്തേഡ് ഉണ്ട്, പിന്നെ പുതിയ ഒരു ഇതാണ് ഇംപ്ലാന്റ്. ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീപ്പെട്ടിക്കുള്ളിയുടെ അത്രയുള്ള സൈസുള്ള ഒരു റോഡ് ഷേപ്ഡ് കയ്യിലേക്ക് അകത്തോട്ട് വയ്ക്കും. അപ്പോൾ ഈ സ്കിന്നിൻ്റെ അടിയിലോട്ടാണ് വെക്കുന്നത്. അതിൽ നിന്ന് ഹോർമോൺ റിലീസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പം ഈ കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അനാവശ്യമായുള്ള പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനാണ്. അപ്പം എമർജൻസി കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞുണ്ട്. അതിൽ ഐപിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാ മാസവും എടുക്കാനുള്ള കാര്യമല്ല. എന്ന് വെച്ചാൽ ഹോർമോൺ ഗുളികയാണ്. അപ്പോൾ അത് മാത്രം ഉപയോഗിച്ച് കോൺട്രാസെപ്ഷന് ചില തെറ്റിദ്ധാരണകളുണ്ട്. അത് മാത്രം ഉപയോഗിച്ചാൽ നല്ലതല്ല. ഒരു വിമൻസ് ഹെൽത്തിന് നല്ലതല്ല.